പ്രിയമുള്ളവരെ നമസ്കാരം. ദാറുൽ ഇസ്ലാമിന്റെ വിളവെടുപ്പ് കേരളമൊട്ടാകെ നടക്കുകയാണ്. അങ്ങ് പൂഞ്ഞാറില് PC ജോർജിനെ മൂലക്കിരുത്തി ആരംഭിച്ചതല്ല കേരളത്തിൽ ദാറുൽ ഇസ്ലാമിന്റെ വിളവെടുപ്പ്. നമുക്കറിയാം, രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക്, MLA എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വളരെ തന്റേടത്തോടു കൂടിയിട്ട്, ആർജവത്തോടു കൂടിയിട്ട് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്ന PC ജോർജ്, ആ PC ജോർജ് ഇസ്ലാം ഭീകരതയ്ക്കെതിരായിട്ട്, മത ഭീകരതയ്ക്കെതിരായിട്ട് ചില പരാമർശങ്ങൾ നടത്തി. ഇസ്ലാം മതഭീകരരുടെ പിന്തുണയോടെ എനിക്ക് MLA ആവണ്ട എന്ന് പരസ്യമായിട്ട് പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. പരിണിത ഫലം എന്തായിരുന്നു എന്നല്ലേ? പരിണിത ഫലം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമേ ഉണ്ടായില്ല. അങ്ങനെ ഇസ്ലാം ഭീകരരുടെ വോട്ട് കൊണ്ട് ജയിക്കണ്ട എങ്കിൽ നീ ഇനി നിയമസഭാ മന്ദിരത്തിലേക്ക് പോകണ്ട എന്ന് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമും തീരുമാനിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ പൂഞ്ഞാറിൽ മാത്രമല്ല, അങ്ങ് പൂഞ്ഞാറിൽ വിതച്ചു തുടങ്ങിയ വിത്തിന്റെ വിളവെടുപ്പ് ഇന്ന് പാലക്കാട്ടെത്തുമ്പോൾ BJPയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. അത് സത്യമാണ് എങ്കിൽ ഈ മൂഢസ്വർഗത്തിലിരുന്ന് ഇത്തരത്തിലുള്ള പരസ്പര വിദ്വേഷത്തിന്റെയും പരസ്പര വിമർശനത്തിന്റെയും പാതയിലൂടെ മുന്നോട്ടു പോകുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഗതികേടിന്റെ വക്കിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തോൽവിയുടെ യഥാർത്ഥ കാരണം അന്വേഷിച്ചു ചെന്നെത്തിയാൽ അത് ചെന്നെത്തുന്നത് കൃത്യമായിട്ട് ഒരേ ഒരു കാരണത്തിൽ തന്നെയായിരിക്കും. ആ കാരണം എന്ന് പറയുന്നത് പൂഞ്ഞാറ് സംഭവിച്ച അതേ വിഷയം തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷകരാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മവിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് അത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന്, BJPയിൽ നിന്ന് അങ്ങനെ ഒരു സംരക്ഷണം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ എന്നിരിക്കലും ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം മത ഭീകരവാദികൾ എന്ന് പറയുന്നതാണ് കൃത്യമായിട്ടുള്ള വാക്ക്. ഇസ്ലാം മതഭീകരവാദികൾ, മതരാഷ്ട്രവാദികൾ ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് പടച്ചുവിടുന്ന പ്രചരണം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധമെന്നാണ്. അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനെന്ന വണ്ണം ഇവിടുത്തെ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തി എന്ന അങ്ങനെ മുഖംമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ സംരക്ഷകരായിട്ട് അവതരിച്ചുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ പേരും കൂടെ അങ്ങ് ഒന്നിക്കുകയാണ്. ആ ഒന്നിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ രാജ്യവിഭജനത്തിനു കാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗ് മുതൽ, കൊടും ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മുതൽ, പോപ്പുലർ ഫ്രണ്ട് അബ്ദുൽ നാസർ മദനി ബോംബ് സ്ഫോടന കേസില് മുഖ്യപ്രതിയായിട്ട് ജീവിതത്തിന്റെ പകുതി ഭാഗവും ജയിലിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ള ആ മത തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്ത, ഒട്ടേറെ മതഭീകരവാദികളെ വളർത്തുവാൻ വേണ്ടിയിട്ട് തന്റെ പ്രഭാഷണങ്ങളിലൂടെ, പ്രവർത്തനത്തിലൂടെ നേതൃത്വം വഹിച്ച അബ്ദുൽ നാസർ മദനി നേതൃത്വം നൽകുന്ന PDPയെ കൂട്ടുപിടിച്ചിട്ട്, SDP-യെ കൂട്ടുപിടിച്ചിട്ട് ഇവിടെ മതരാഷ്ട്രത്തിനു വേണ്ടിയിട്ട് കായികമായിട്ട് വേണമെങ്കിലും മറ്റു വിഭാഗങ്ങളെ അമർച്ച ചെയ്യുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച SDP-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലുള്ള സംഘടനകളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ വോട്ട് കൂടി സമാഹരിച്ചുകൊണ്ട് ഈ പാലക്കാട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇനി വരാൻ പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പും ഓരോ മണ്ഡലങ്ങളിലും വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ആ ധാർമ്മികതയ്ക്കെതിരായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, മതരാഷ്ട്രത്തിന് അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, മത ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ആ ഒരു നിലപാടിലേക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നു. ആ നീക്കത്തെ തന്നെയാണ് P. ജയരാജൻ തന്റെ പുസ്തകത്തിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് തുറന്നു കാണിക്കുവാൻ ശ്രമിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടി ആയിരിക്കണം ഇവിടുത്തെ ദേശീയവാദികളായിട്ടുള്ള
ഓരോ മനുഷ്യനും സമയം ചെലവഴിക്കേണ്ടത്. അതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ തന്റെ സഹപ്രവർത്തകന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് തങ്ങളുടെ സംഘടനയുടെ മറ്റു പ്രവർത്തകന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് പഴിചാരിക്കൊണ്ട് വിമർശനാത്മകമായിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോഴേ ദുർബല അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴേ സംഘടന ശിഥിലമായി നിൽക്കുന്നത് ഇതിലും കൂടുതൽ നാശത്തിലേക്ക് വഴിവെക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആർജവമുള്ള ഒരു സംഘടന ചെയ്യേണ്ടത്. ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് ആര് തന്നെ ജയിച്ചു വന്നാലും ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൗരാണികർ നമുക്ക് കാണിച്ചു തന്ന ആ ക്ഷാത്രവീര്യത്തെ വീണ്ടെടുത്തുകൊണ്ട് പോരാട്ടത്തിന്റെ പാതയിലൂടെ ധർമ്മ സംരക്ഷണം എന്നുള്ള ആ മാർഗം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭരണവും പ്രതിപക്ഷവും ഭരണപക്ഷിയും ഒന്നും നമുക്ക് ഒരു പ്രതിസന്ധിയേ അല്ല എന്നിരിക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചെന്നോ ആര് തോറ്റെന്നോ എന്നുള്ള വിഷയത്തിന് നമുക്ക് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തില് ഇവിടുത്തെ ഭരണ സ്വാധീനം അല്ലെങ്കിൽ ഭരണ നേതൃത്വം ആ ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഇവിടുത്തെ ജനതയോട് നിർവഹിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ പിന്തുണയോട് കൂടിയിട്ട് അധികാരത്തിലെത്തുമ്പോൾ അതൊരു നെറികെട്ട മുന്നണി സംവിധാനത്തിലേക്ക് ഈ ജനവിധിയെ അട്ടിമറിക്കുവാൻ എന്ന് വണ്ണം ഒരുമിച്ച് കൂടിയ ആശയങ്ങൾക്ക് ഉപരിയായിട്ട് പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടം ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഈ മതഭീകരവാദികളുടെ പ്രവർത്തനം കടന്നു ചെല്ലുമ്പോൾ ദേശീയവാദിയായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഭയപ്പെടുക തന്നെ വേണം ഈ സാഹചര്യത്തെ. അതുകൊണ്ട് ഇവിടുത്തെ ഈ നാടിന്റെ ദേശീയതയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനതയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദു സമൂഹത്തെ ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും സമുദായത്തിന്റെ പേരിലും ഒക്കെ ഛിന്ന ഭിന്നമാക്കി അങ്ങനെ അസംഘടിതരാക്കിക്കൊണ്ട് ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടക്കുമ്പോൾ പരസ്പരം ഹൈന്ദവ സംഘടനകളെ ഒറ്റപ്പെടുത്തുകയും ഹിന്ദു സംഘടനകളെ വളരാൻ സമ്മതിക്കാതെ അതിനെ തടയുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് സംഘപരിവാർ സംഘടനകളും പിന്തിരിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും എല്ലാ സാമുദായിക സംഘടനകളെയും ചേർത്ത് പിടിക്കുവാനും എല്ലാ ഹൈന്ദവ സംഘടനകളെയും നമ്മൾ ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നോക്കിക്കാണുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്ന് മാത്രമാണ് നമുക്ക് പരമമായ വൈഭവത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അന്തിമമായിട്ടുള്ള വിജയത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കുക. അത്തരത്തിൽ ഒരു വിശാലമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് നമ്മുടെ സമാജത്തെ കാണുവാനും സഹപ്രവർത്തകരെ നമുക്ക് ചേർത്ത് പിടിക്കുവാനും ഈ സമാജത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ധാർമ്മിക സംഘടനകളെയും ധാർമ്മിക പ്രസ്ഥാനങ്ങളെയും എല്ലാം ഒന്നായി കാണുവാനുമുള്ള ആ മനസ്സാണ്, ആ വിശാലതയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ട വിശാലതയാണ് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പുനർചിന്തനം നടത്തേണ്ടത്. പാലക്കാട്ടത്തെ തോൽവി അല്ലെങ്കിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സാധ്യമാകാത്ത വിജയം എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഈ ഇപ്പോ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് സാധിക്കില്ല. മറിച്ച് വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് വളരെ ജാഗ്രതയോടു കൂടിയിട്ട് ഈ വിഷയത്തെ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ഈ മൂവ്മെന്റ്, ഈ നീക്കത്തെ, ഈ ഗൂഢതന്ത്രത്തെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളത് അത് വളരെ ആസൂത്രിതമായിട്ട് കേരളത്തിൽ നമുക്ക് വളരെ ശക്തമായിട്ട് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായിട്ട് അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചാൽ
തീർച്ചയായിട്ടും അന്തിമ വിജയം എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന്റെ ഭാഗത്തു തന്നെയായിരിക്കും. എല്ലാ അധാർമിക ശക്തികളെയും പരാജയപ്പെടുത്തിയിട്ടുള്ള മണ്ണു തന്നെയാണ് നമ്മുടെ പവിത്രമായിട്ടുള്ള ഈ മണ്ണ്. ഈ മണ്ണിൽ എല്ലാ അധാർമികതയും തകർന്നു വീഴുക തന്നെ ചെയ്യും. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം നാം തന്നെയാണ് ഒരുക്കേണ്ടത്. ഈ ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. പരമാവധി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.